ഹലോ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂന്തോട്ടമാണ്. പൂക്കൾ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പൂക്കൾ നമുക്ക് എപ്പോഴും കണ്ണിനും മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീൽ തരുന്നൊരു സാധനമാണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ കണ്ടത് ചെത്തിയാണ്. അത് യെല്ലോ ഒറിജിനൽ ചെത്തി തന്നെയാണ്. ഇത് ചെത്തി പോലത്തെ ഒരു ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് വൈറ്റാണ്. ഇതിൻ്റെ രണ്ട് ഷെയ്ഡും കൂടെ ഉണ്ട്. ഒരു മെജന്ത ഷെയ്ഡാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് ഇത് മെജന്ത ഷെയ്ഡാണ്. ഇനി ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ നമ്മുടെ വീട്ടിലുണ്ട്. ഇത് മെജന്ത റാണി പിങ്ക് അല്ല, മെജന്ത, എക്സാക്ട് മെജന്ത കളർ. പിന്നെ ഇത് ഒരു റോസ് പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഉണ്ടാകുന്ന ഫ്ലവർ 3 കളർ ഉണ്ടാവും. ഡാർക്ക്, ലൈറ്റ് റെഡ്, പിന്നെ ഒരു പിങ്ക് കളർ. അത് 3 ഉണ്ടാകുന്ന ഒരു ദിവസം ഞാൻ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഇത് അതിന് പുറകിൽ നിൽക്കുന്നത് പേരയ്ക്കാണ്. ചെറുതാണ്, നിറച്ചും കായുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ ഒത്തിരി പറിച്ചതുകൊണ്ട് ഇപ്പം ആവുന്നതേ ഉള്ളൂ, അടുത്തതാവുന്നതേ ഉള്ളൂ. ഇത് അരളിയിൽ വിഷാംശം ഉണ്ട് എന്നൊക്കെ അങ്ങനെ പഠനങ്ങൾ അറിയാലോ. ഒരിടയ്ക്ക് ഒരു മരണമൊക്കെ ഇത് സംബന്ധിച്ചുണ്ടായില്ലേ. അന്ന് പൂജയ്ക്കെടുക്കുന്ന പുഷ്പമായതുകൊണ്ട് വീട്ടിലിത് ഒത്തിരി ഉണ്ട്. ഒന്നല്ല, 2-3-4 പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പുറകിൽ അന്ന് നമ്മൾ വെജിറ്റബിൾസൊക്കെ കാണിച്ചത് വഴുതനങ്ങയാണ്. ഒത്തിരി പ്ലാന്റ് ഉണ്ട് വഴുതനങ്ങ. നന്നായി വേറെ നമ്മൾ എക്സ്ട്രാ വളമൊന്നും ഇടുന്നില്ല, പക്ഷെ നന്നായിട്ട് എപ്പോഴും അതിൽ കായ ഉണ്ടാവും. പിന്നെ ഇത് മുല്ലയാണ്. അപ്പോൾ മുല്ല പൂക്കുന്ന സമയമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇവിടെയുള്ള എല്ലാ മുല്ലയിലും പൂക്കളുണ്ട്. നമ്മൾ പറിക്കും തോറും അടുത്തടുത്ത് മുട്ടിട്ടുകൊണ്ടേയിരിക്കും. പിന്നെ അതൊരു സമയം കഴിയുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ, അത് കഴിയുമ്പോൾ അത് നിൽക്കും. ആ കാണുന്നതും ആ ചെത്തി പോലത്തെ അതിൻ്റെ റെഡാണ് കേട്ടോ. അപ്പം 4-5 കളറുണ്ട് അതിൻ്റെ. ഇത് അരളി തന്നെ കുറേ ഉണ്ട്. നമ്മളിത് വായിൽ വയ്ക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് അങ്ങനെ ഒന്നും വായിൽ വയ്ക്കുകയോ അങ്ങനെ ഒന്നുമില്ല. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അത് കുറച്ച് കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുത്ത് പറയണം, അല്ലെങ്കിൽ വിഷാംശം ഉള്ളതാണെന്നാണല്ലോ പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഇത് റോസാണ്. താഴെ കണ്ടോ, ഒരു റോസ് കളർ റോസ്. ഇത് നമ്മൾ ആ ചെത്തി പോലത്തെ പൂ എന്ന് പറഞ്ഞതിൻ്റെ ലൈറ്റ് പിങ്കാണ്. നല്ല ഭംഗി, ഒരു ബേബി പിങ്ക് കളറാണത്. അത് നല്ലൊരു പ്ലാന്റാണ്, കാണാൻ നല്ല. പൂജയ്ക്കെടുക്കുമൊന്നും എനിക്കറിയത്തില്ല. ഇതും എഗെയിൻ അരളിയാണ്. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇത് പ്ലാന്റ്, അതിൽ ഫ്ലവറൊന്നും ഉണ്ടാവില്ല, ഒരു പ്ലാന്റ്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇതിൻ്റെ ഒന്നും പേരോ എല്ലാം ഒന്നും നമ്മളൊന്നും നട്ടതല്ല, ഇവിടുത്തെ അമ്മ നട്ടതാണ്. പിന്നെ ഇച്ചിരി പോലും മണ്ണ് കളയില്ല. അത് ഇങ്ങനെ സൈഡിലുള്ള കുറച്ച് മണ്ണിൽ അവിടെ എല്ലാം പൂ ഉണ്ടാകുന്ന ചെടികളാണ്. പിന്നെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ഒരു റെഡ് കളർ റോസാണ്. അത് നല്ല തിക്കായിട്ടുള്ള റോസാണ്. പിന്നെ ഇത് മുല്ലയല്ല, പക്ഷെ മുല്ല പോലെ തന്നെ നിറച്ചും വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് ഇതിൽ നിറച്ചും. അതിന് താഴെ ഇങ്ങനെ അത് കാണിക്കാൻ വിട്ടുപോയത്, താഴെ നിറച്ചും ആ പൂക്കൾ ഇങ്ങനെ വീണിട്ട് കണ്ടോ സൈഡിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ചെത്തി പോലത്തെ പൂ. പിന്നെ ഇത് നമ്മൾ പൂക്കളം ഇടില്ലേ ഓണത്തിന്, അന്നേരം ഒരു വൈറ്റ് കളർ പിച്ചിപ്പൂ പോലത്തെ ഒരു പൂ കിട്ടും, അതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡ്. ഇത് റോസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ, ഓറഞ്ച് ഉണ്ട്, റെഡ്, പിങ്ക് തന്നെ പലതരം പിങ്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 കളറേ ഉള്ളൂ ഇതിനകത്ത് പൂ ഇട്ടേക്കുന്നത്. ഇത് മറ്റേ അടുത്തടുത്തുണ്ടാകുന്ന കുഞ്ഞു റോസ് ഇങ്ങനെ കുല പോലെ ഒരുമിച്ചിരിക്കില്ലേ, ആ റോസായിരുന്നു ഇപ്പം നമ്മൾ കണ്ടത്. ഇനി പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് പുള്ളീനെ. ഇത് ഓർക്കിഡ് ടൈപ്പ് ഒരു ഫ്ലവർ. പിന്നെ അരളി ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ട് അരളി നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പോയി ഇത് ഒരു വൈറ്റ് കളർ മന്ദാരം ഉണ്ടായിരുന്നു, അത് കാണിച്ചില്ലെന്ന് തോന്നുന്നു. ഇതിങ്ങനെ മുല്ല പോലെ ഇരിക്കും. എൻ്റെ ഉദ്ദേശം ഇത് കാണിക്കുക എന്നുള്ളതായിരുന്നു. അവഗാഡോ ആണ് കേട്ടോ. കഴിഞ്ഞ തവണ ഇതിൽ പൂവിട്ടിട്ട് 2-3 കായ ഉണ്ടായുള്ളൂ. ഇത്തവണ ഇത് നിറച്ചും കായുണ്ട്. പക്ഷെ ആ മരത്തിന് ചെറിയൊരു കേടുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കായ നിറച്ചും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നല്ല ഒത്തിരി അങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ല പുള്ളി അതിനകത്ത് ഉണ്ടായ കായകൾ. അപ്പോൾ ഈ അവഗാഡോ നിറച്ചും ഉണ്ടായിട്ടുണ്ട്. ഇത് പഴുക്കുമ്പോൾ ഇത് എടുക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഇവിടെ പറയണം. പിന്നെ വീഡിയോ കാണണം. ഇതുവരെ വീഡിയോ കാണാത്ത ആളുകൾ പഴയ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലും ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ പൂക്കളത്തിലിടുന്ന പൂവാണ്, വൈറ്റ് കളർ, ഒരു പിച്ചി പോലത്തെ പൂവില്ലേ, അതാണ് കേട്ടോ അത്. പിന്നെ ജമന്തി ഉണ്ട് ഇവിടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? പൂക്കളം ഇടുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മാരിഗോൾഡ് എന്ന് പറയുന്ന ഫ്ലവർ, അതായത് ജമന്തി, അതിൻ്റെ യെല്ലോ ഉണ്ട് ഇവിടെ. ഓറഞ്ച് ഇല്ല, യെല്ലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതും നല്ല മണമാണ്. ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല. നമ്മളിങ്ങനെ വെള്ളപ്പൂ, മഞ്ഞപ്പൂ, റോസ് പൂ അങ്ങനെയൊക്കെ പറയും. ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓറഞ്ച് കളറിൽ റോസാപ്പൂവാണ്. പക്ഷെ ഇത് ക്യാമറയിൽ ഇതിങ്ങനെ ഒരു യെല്ലോ പോലെ തോന്നുന്നു, പക്ഷെ ഇത് ഓറഞ്ചാണ് കേട്ടോ, ലൈറ്റ് ഓറഞ്ച്.